എന്നെ അങ്ങനെയൊക്കെ പൂഴ്ത്തുന്നുണ്ട്. ഓക്കെ, അജയ് കുമാർ ചങ്ങനാശ്ശേരി നിന്ന്. അജയ് കുമാർ ഈ വിഷയം എന്തായാലും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ അജയ് കുമാർ, അവിടെ പരമോന്നത നേതാവ് സ്ഥലം വിടുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. റഷ്യയിലേക്ക് കടന്നു കളയും എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇന്ത്യൻ എംബസി, ഇന്ത്യയിലെ ഇറാൻ എംബസി പറയുന്നത് അതൊക്കെ വ്യാജ വാർത്തകളാണ്, അത് വിശ്വസിക്കേണ്ടതില്ല. അവിടെ ജനങ്ങൾ ഇതിനു മുമ്പും ഒക്കെ പിന്നെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടുത്തെ പരമോന്നത നേതാവ് പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആയത്തുള്ള അലി ഖംനഈ രാജ്യം വിടുമോ എന്ന ആശങ്കയുണ്ടോ അജയ് കുമാർ ജനങ്ങൾക്ക്? ഇല്ല, ഇറാന്റെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം അവരത്ര സ്ട്രോങ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു മിലിറ്ററി സംവിധാനം ഒക്കെ ഉള്ള ഒരു രാജ്യമാണ്. ഇവിടെ ഇപ്പൊ അമേരിക്ക അവിടെ കയറി ഉണ്ടാക്കിയിരിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പൊ അമേരിക്കയും വെസ്റ്റേൺ കൺട്രീസുമായിട്ട് ഇറാനുള്ള വിഷയം കാലങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ അവരോടുള്ള ബുദ്ധിമുട്ട് വരുന്നത് പണ്ടത്തെ ഹോസ്റ്റേജ് ക്രൈസിസ് തൊട്ടാണ്. ഇപ്പൊ രണ്ടായാലും ഇറാന്റെ ഓയിൽ തന്നെയാണ് അവർ ഒരു വഴിക്കൂടെ അവർ നോക്കുന്നത്. അതിനപ്പുറം ഇറാന് എന്താണ് പറയുന്നത്, ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെന്നും പറയുന്നു, ഇല്ലാന്നും പറയുന്നു. ഏതായാലും അവരത് ഉണ്ടാക്കുന്ന ലെവലിലേക്ക് അവരുടെ കാര്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. അതിനെ ലോകരാജ്യങ്ങൾ ആ ഒരു രീതിയിൽ ഭയക്കുന്നുണ്ട് ഇറാനെ. അല്ല, ഞാൻ അജയ് കുമാറിനോട് ചോദിക്കട്ടെ, അങ്ങ് വിദേശത്തൊക്കെ ഇരുന്ന ആളാണല്ലോ ഇത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഘട്ടത്തിൽ ഓയിൽ വളരെ പ്രിഡോമിനൻ്റ്ലി നമ്മുടെ ഒരു ഇന്ധനമായിരുന്ന ഒരു കാലഘട്ടം പതുക്കെ മാറുകയാണ്. അപ്പം നമ്മളൊക്കെ ഇലക്ട്രോണിക് വെഹിക്കിൾസിലേക്കൊക്കെ നീങ്ങുന്നു. അപ്പോൾ ഇനി അമേരിക്കയുടെ ഈ നടപടികളെല്ലാം ഈ എണ്ണയ്ക്ക് വേണ്ടിയാണെന്നുള്ള ഒരു വാദം ഇനി നിലനിൽക്കുമോ ശ്രീ അജയ് കുമാർ? അല്ല, എണ്ണയ്ക്ക് വേണ്ടി ഏതായാലും അത് ഈ ഉടനെയൊന്നും ഒരു 10, 20, 30 വർഷത്തേക്കെങ്കിലും എനിക്ക് തോന്നുന്നില്ല. ഓയിൽ തന്നെ ആയിരിക്കും എല്ലായിടത്തും കാണുമല്ലോ. പിന്നെ അത് മാത്രമല്ലല്ലോ, അവരുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും ഉണ്ടല്ലോ ഭയങ്കരമായിട്ട്. ഇനി ഇറാനിൽ അമേരിക്ക എന്തെങ്കിലും ഒരു അഗ്രഷൻ നടത്തിയാൽ, അല്ലെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്റേണൽ പ്രോബ്ലംസിലും ഏതെങ്കിലും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അതിനെ അപലപിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഇറാൻ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഒരു ഇസ്ലാമിക രാജ്യവും ഇതിനെതിരെ ഒരു പ്രതികരണവുമായി വരുന്നില്ല, അല്ലേ? വരുത്തില്ല. കാരണം ബാക്കി എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളും സുന്നികളാണ്, സുന്നി ഡൊമിനേറ്റഡ് രാഷ്ട്രങ്ങളാണ്. എല്ലാ ഇസ്ലാം രാഷ്ട്രങ്ങളും എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും സുന്നി ഡൊമിനേറ്റഡ് രാഷ്ട്രങ്ങളാണ്. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാം, ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് എന്റെ ഒരു ഷിയ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു മുസ്ലിം സുഹൃത്തുണ്ടായിരുന്നു. ഏത് ബഹറിനി ഇതല്ലേ. അദ്ദേഹം വളരെ ഉയർന്ന പൊസിഷനിലായപ്പോൾ അദ്ദേഹം ജോലി ചെയ്തത്. പുള്ളി എന്റെ അടുത്ത് ഞാൻ ഈ പൊളിറ്റിക്സ് ഒക്കെ അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരിക്കലും എന്റെ അടുത്ത് പറഞ്ഞതാണ്, അതെ ഇറാനുമായിട്ട് വേണമെങ്കിൽ ഞങ്ങൾ സന്ധി ചെയ്യും, പക്ഷെ ഒരു സുന്നിയായിട്ട് ഞങ്ങൾ സന്ധി ചെയ്തില്ലെന്നാ പറഞ്ഞത്. മനസ്സിലായോ? ഒരു ഷിയ പറയുന്നതാണ് ഒരു സുന്നിയെ പറ്റി. ഈ വിദ്വേഷം ഇവരിൽ അങ്ങേയറ്റം ആഴത്തിലുണ്ട്. അത് ഈ കേരളത്തിലൊന്നും, ഇന്ത്യയിലോ പ്രത്യേകിച്ച് കേരളത്തിലൊന്നും ഒരു ചർച്ചകൾ വരേണ്ട വേദികളിൽ പോലും അത് ആരും പറയുന്നില്ല. അതതിന്റെ വാസ്തവമാണ്. ഇനിയിപ്പോ ഇറാനിക്ക് ബോംബിട്ടെന്നിരിക്കട്ടെ, നമ്മുടെ കോഴിക്കോട് കടപ്പുറത്തൊരു ഒരു റാലി നടക്കുമോ? ഒരിക്കലും നടക്കത്തില്ല. അഥവാ നടന്നാലും പേരിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. അപ്പൊ ഇതെല്ലാം മുതലെടുത്തുകൊണ്ടാണ് അമേരിക്ക ഇതിനകത്ത് കൊണ്ട് കൈയടക്കുന്നത്. അത് ഓയിലിന് വേണ്ടി ആയിക്കോട്ടെ, അല്ല ഇവരുടെയൊക്കെ ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ. കാരണം ഈ ഗൾഫ് രാഷ്ട്രങ്ങളും മറ്റുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ് മിലിറ്ററി വൈസിലും അവരുടെ മിലിറ്ററി ഹാർഡ്വെയറിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് അതിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഈ എംബാർഗോ കൊണ്ടൊക്കെ പല കാര്യങ്ങളിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ അത്ര ഈസി അല്ല അമേരിക്കയ്ക്ക് അവിടെ കയറി ഇറാനെ ഉപദ്രവിക്കുക വെനസ്വലയെ കാണിച്ച പോലെ അവിടെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് സംശയമുണ്ട്. പക്ഷെ അവരത് ചെയ്യാൻ ശ്രമിച്ചുകൂടുന്നില്ല. പക്ഷെ അവിടുത്തെ ഈ ജനങ്ങൾ ഇങ്ങനെ വ്യാപകമായി ഈ ഭരണകൂടത്തിനെതിരെ വരുന്നത് അല്ല, ഇപ്പം നമ്മുടെ കർഷക സമരമില്ലായിരുന്നോ? വിദേശ മാധ്യമങ്ങളിലെല്ലാം എന്താണ് ഇന്ത്യയിൽ അങ്ങ് ഭയങ്കര വിപ്ലവം നടക്കുന്നുണ്ടായിരുന്നു. NRCക്കെതിരെ ഭയങ്കര, ഇന്ത്യയിലെ മുസ്ലിംസിനെ എല്ലാം കൊല്ലുന്നു, മുസ്ലിംസ് എല്ലാം കൂടി ഇന്ത്യ ഭയങ്കര വയലൻസ് എന്നല്ലേ നമ്മൾ പറഞ്ഞു. ഇപ്പൊ UP-യിൽ എന്തെങ്കിലും വിഷയം നടന്നാൽ കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന UP-ൽ വലിയ ഇഷ്യൂ ഉണ്ടായെന്നുള്ള രീതിയിലാണ്. അത്തരമായി ആ ഒരു രീതിയിലായി ഞാനിതിനെ കാണുന്നുള്ളൂ. കാരണം ഞാൻ കുറെ ഈ ഫോറിൻ ന്യൂസുകളും വിദേശ ന്യൂസുകളും കുറെ ഓൺലൈൻ വിദേശത്തു നിന്നൊക്കെ വരുന്ന കുറെ റൈറ്റപ്പുകളൊക്കെ വായിച്ചപ്പോൾ നമ്മൾ ഈ ആശങ്കപ്പെടുന്ന രീതിയിലല്ലേ, ആശങ്കയല്ല, നമ്മൾ ഈ കാണുന്ന രീതിയിലൊരു വിപ്ലവം അവിടെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ
അപ്പോൾ എന്നെ ഗോളാന്തരം പരിഹസിക്കുകയാണ്. ഞാൻ വായിക്കുമ്പോൾ തെറ്റിപ്പോയല്ലോ, ബംഗ്ലാദേശ് മതേതര രാജ്യമായി മാറിയെന്ന്. ബംഗ്ലാദേശിന് ഇപ്പോൾ മതേതര രാജ്യമായി മാറ്റിയോ എന്നൊക്കെയാണെന്ന് തോന്നുന്നു, എന്നെ പരിഹസിക്കുന്നുണ്ട്. ഓക്കെ, സന്തോഷം. അപ്പോൾ ലിജോ ജോർജ് പറയുന്നു ടൈം